ഹലോ എവരി വൺ. ഇപ്പോൾ എല്ലാവരും ജെഇ മെയിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് ഫേസിന് ഇനി വളരെ കുറച്ച് നാളുകൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഏകദേശം ഒരു 4 മാസമാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. സോ ഇപ്പോൾ നിങ്ങൾ ലൈവ് ക്ലാസ് കാണുമ്പോൾ മാക്സിമം ക്ലാസ്സുകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തിയറി ടോപ്പിക്കുകളെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ പഠിക്കുക. അതോടൊപ്പം ഷോർട്ട് നോട്ടുകൾ എഴുതിയെടുക്കുകയും ചെയ്യണം. പിന്നെ അത് വേണം ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ടൈപ്പ് ചോദ്യം ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ. അത് കിട്ടാതെ വരുന്ന സമയത്ത് എൻ്റെ സൊല്യൂഷൻ നോക്കിയിട്ട് എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത് അല്ലെങ്കിൽ എവിടെയാണ് എനിക്ക് ക്ലാരിറ്റി കിട്ടാത്തതെന്ന് നോക്കിയിട്ട് അതിൻ്റെ തിയറി കോൺസെപ്റ്റ് എന്താണോ അത് ക്ലാരിറ്റി ആക്കി മുന്നോട്ട് പോവുക. സോ ഈ രീതിയിൽ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 2 പ്രീവിയസ് ഇയർ ജെയുടെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. ഒന്ന് സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്തുനിന്നും മറ്റേത് പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നുമാണ്. അപ്പോൾ ഈ 2 ചാപ്റ്ററിലെയും ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 2 ക്വസ്റ്റ്യൻസും NCERT കോൺസെപ്റ്റ് തന്നെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സീക്വൻസിലെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്. If the 10th term of an AP is 1/20 and the 20th term is 1/10, then the sum of its first 200 terms എന്നാണ്. ഇത് സാധാരണ ഒരു കുട്ടി ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 10th term of an AP is 1/20 എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് nth term of an AP എന്നുള്ള കോൺസെപ്റ്റിലേക്ക് പോകും. A plus n minus 1 into d എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും? ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് വളരെ ലെങ്തി ആയിട്ടായിരിക്കും പോകുന്നത്. അതിൽ നിന്ന് നിങ്ങൾ രണ്ടും എഴുതിയതിന് ശേഷം കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടൈമും കണ്ടുപിടിക്കും. അപ്പോൾ നിങ്ങൾ സം കണ്ടുപിടിക്കാൻ എന്തായിരിക്കും ചെയ്യുന്നത്? സം ഈക്വൽ ടു n/2 into 2a plus n minus 1 into d ഫോർമുല ഉപയോഗിച്ച് ബാക്കിയും ചെയ്യും. ശരിക്കും ഇങ്ങനെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതിനകത്തെ ഷോർട്ട് കട്ട് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റൻ ഒന്ന് കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. 10th term of an AP is 1/20 എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് pth term is 1/q എന്നും നെക്സ്റ്റ് നോക്കി 20th term is 1/10 എന്ന, അതായത് qth term is 1/p എന്നുമാണ്. ഈ റിലേഷൻ വരുന്ന സ്ഥലത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഷോർട്ട് കട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതായത് 10th term is 1/20, 20th term is 1/10, അതായത് pth term is 1/q and qth term is 1/p. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ ഈ പറയുന്ന ഷോർട്ട് കട്ട് എന്ത് ചെയ്യത്തുള്ളൂ? ഈ ക്വസ്റ്റിനകത്ത് ആപ്ലിക്കബിൾ ആവുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ ആദ്യം കണ്ടുപിടിക്കാൻ പറ്റുന്ന 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസുമാണ്. സോ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. p ഇൻറ്റു ക്യൂ ആയിരിക്കും ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. അപ്പം ഈ ക്വസ്റ്റിനകത്ത് p 10 q 20 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 200 ആയിരിക്കും ഫസ്റ്റ് ടൈം കിട്ടുന്നത്. അതേപോലെ തന്നെ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസിനും സെയിം ഫോർമുല തന്നെയാണ്. p ഇൻറ്റു ക്യൂ എന്നാണ്. അതായത് അതും 200 തന്നെ ആയിരിക്കും. അപ്പോൾ 2 കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനി നമ്മൾ ചെയ്യാനുള്ളത് സം ആണ്. നമുക്ക് ഇനിയും കണ്ടുപിടിക്കേണ്ടത് സം ഓഫ് ഇറ്റ് ഫസ്റ്റ് 200 ടേംസ് ആണ്. അപ്പം n ടേംസിന്റെ സം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഷോർട്ട് കട്ട് ഇതേ ക്വസ്റ്റൻ തന്നെ അപ്ലൈ ചെയ്യാം. സോ Sn ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു പി ക്യൂ എന്നാണ്. ഇവിടെ n എന്ന് പറഞ്ഞാൽ 200 ടേംസിന്റെ സം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ 200 ഇൻറ്റു 200 പ്ലസ് 1 201 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു പി ക്യൂ നമുക്കറിയാം എഗെയിൻ 200. സോ 200 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കിട്ടുന്നത് 201 ഡിവൈഡഡ് ബൈ 2 എന്നാണ്. സോ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്ത് കിട്ടും? ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ ആയിട്ട് കിട്ടുന്നത്. സോ ഇതാണ് ഈ ചോദ്യത്തിനകത്ത് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. അപ്പം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഈ 2 ടേമുകൾ ഈ ഫോമിൽ വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഈ ഷോർട്ട് കട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്തത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റൻ ആണ്. ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിലെ ചോദ്യമാണ്. സാധാരണ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റൻസ് വരുമ്പോൾ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്. കഴിഞ്ഞ വർഷം മുതൽ ചോദ്യം ചോദിച്ചിരിക്കുന്നതൊക്കെ അത്യാവശ്യം എളുപ്പമുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഇത് 2025 അതായത് ഈ വർഷത്തെ ജനുവരി ഷിഫ്റ്റിന് ചോദിച്ച ഒരു ചോദ്യമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പം വളരെ ബേസിക് ആയിട്ടുള്ള പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ്റെ നോളജ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കണം, അത് മാത്രമാണ് ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചോദ്യം നോക്കിക്കേ. ഫ്രം ഓൾ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് 5 letters are chosen and are arranged in alphabetical order. Then the total number of ways in which the middle letter is m എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താണ്? അത് വളരെ കൃത്യമാണ്. എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്, എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ. അപ്പോൾ ഇവിടെ നമ്മളോട് പറയുന്നുണ്ട് ഫ്രം ഓൾ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്. നമുക്കറിയാം 26 ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അതിൽ നിന്ന് 5 ലെറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സെലക്ട് ചെയ്യുന്നുണ്ട്. 5 ലെറ്റേഴ്സിനെ സെലക്ട് ചെയ്യും. അപ്പോൾ തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? എപ്പോൾ നമ്മൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിലെ ക്വസ്റ്റ്യൻസ് ഇടുമ്പോഴും നമ്മൾ ആ സ്പേസ് അവിടെ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യുക. നമുക്കറിയാം 5 ലെറ്റേഴ്സ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ 5 സ്പേസ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നു.
എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, ആർ അറേഞ്ച്ഡ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ. ഈ ലെറ്റേഴ്സ് നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരു വേർഡ് പോലെ നമുക്ക് കിട്ടും. എന്നിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് ദ മിഡിൽ ലെറ്റർ ഈസ് എം. ഈ എടുത്തിരിക്കുന്ന 5 ലെറ്റർ ഒരു വേർഡ് ആണെങ്കിൽ, 5 ലെറ്റേഴ്സ് ആണല്ലോ നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ഈ 5 ലെറ്റേഴ്സിനെ ആൽഫബറ്റിക്കൽ ഓർഡർ തന്നെയായിരിക്കണം അറേഞ്ച് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എം എന്ന് പറഞ്ഞ ലെറ്റർ മിഡിലിൽ എല്ലായ്പ്പോഴും വരുന്ന പോലെ, ഓൾവേസ് എം എന്തായിരിക്കണം, മിഡിലിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര രീതിയിൽ നമുക്ക് ലെറ്റേഴ്സിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ തന്നെ പോകണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, എമ്മിനെ നമ്മൾ മിഡിലിൽ പ്ലേസ് ചെയ്തു. ഇനി നമുക്ക് 2 സ്പേസ് എമ്മിന് മുന്നേയും എമ്മിന് ശേഷവും നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആൽഫബറ്റ്സ് നോക്കുകയാണെങ്കിൽ എമ്മിന് മുന്നേ എത്ര ആൽഫബറ്റ്സ് ഉണ്ടായിരിക്കും, നമുക്കറിയാം 12 ലെറ്റേഴ്സ് ആണ് അവിടെ ഉണ്ടാകുന്നത്. സോ ഈ 12 എണ്ണത്തിനകത്ത് ഏത് 2 ഇവിടെ വെച്ചാലും നമുക്ക് കുഴപ്പമില്ല, കാരണം ഇത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതിയാൽ മതിയല്ലോ. കാരണം ഇനി ഇവിടെ നോക്കിയേ, എ ബി നിങ്ങൾ പ്ലേസ് ചെയ്താൽ എ ബി എം, ഇതിന് ശേഷം നിങ്ങൾക്കറിയാം ഇവിടെ ഏത് ലെറ്റർ വേണമെങ്കിലും നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം. ഇപ്പം എസ് ടി പ്ലേസ് ചെയ്തോ, ഇതൊരു ആൽഫബറ്റിക്കൽ ഓർഡർ തന്നെ ആയിരിക്കുമല്ലോ ഈ ലെറ്റർ വരുന്നത്. ഇതേ കോൺസെപ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 12 എണ്ണം നമ്മുടെ മുന്നിലുണ്ട്, എമ്മിന് മുന്നേ ആയിട്ടുണ്ട്. ഈ 12 എണ്ണത്തിനകത്ത് ഏത് 2 വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാം. ഇനി എമ്മിന് ശേഷം എത്ര ലെറ്റേഴ്സ് ഉണ്ടാവും, എമ്മിന് ശേഷം 13 ആൽഫബറ്റ്സ് ഉണ്ടായിരിക്കണം. ഈ 13 എണ്ണത്തിനകത്ത് ഏത് 2 വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പ്ലേസ് ചെയ്യാം. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു അറേഞ്ച്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ആൽഫബറ്റിക്കൽ ഓർഡറിൽ തന്നെയായിരിക്കും, ഓൾവേസ് എം മിഡിലിൽ തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ നമുക്കൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്താലോ. നമുക്കറിയാം 12C2 എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും. സോ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് ഈസ് ഈക്വൽ ടു 12C2 എന്ന് പറഞ്ഞാൽ 12 × 11 ഡിവൈഡ് ബൈ 1 × 2 ആണ്. ദെൻ ഇൻറ്റു എം നമുക്ക് ഓൾവേസ് ഒരു തവണ മാത്രമേ പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എം അതുപോലെ തന്നെ നമ്മുടെ മിഡിലിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്കറിയാം 13C2 ആണ്. സോ 13 into 12 divided by 1 into 2 ആണ്. സോ ഇത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്കറിയാം ഇത് 66 എന്ന് വരും, 1 ഇത് 78 എന്ന് വരും. സോ നമ്മുടെ ആൻസർ 5148 എന്നായിരിക്കും വരുന്നത്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ചോദ്യം ചെയ്യുന്നത്. അപ്പം ഇത് 2025 ചോദിച്ച ഒരു അടിപൊളി ചോദ്യമാണ്. വളരെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് മാത്രമാണ് ഇതിനകത്ത് നമുക്ക് ചിന്തിക്കാനുള്ളത്. പക്ഷേ ഐഡിയ ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത്. സോ നന്നായിട്ട് തന്നെ പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈസി ആയിട്ട് ഈ വർഷം ഈ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഓൾ ദി ബെസ്റ്റ്.